ഐക്യജനാധിപത്യ മുന്നണി എത്തുമ്പോഴേക്കും UDF അധികാരത്തിലെത്തുമ്പോഴേക്കും എങ്ങനെയാണ് വിവിധ സഭാ സമുദായ നേതാക്കൾ വളരെ വർഗീയമായ രീതിയിലൊക്കെയുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത്? മന്ത്രിസ്ഥാനത്തിനു വേണ്ടി ചിലർ പ്രതികരിച്ചത് നമ്മൾ കണ്ടതല്ലേ? ചില വകുപ്പുകൾക്ക് വേണ്ടിയുള്ള ചർച്ചകൾ ഉണ്ടാവുന്നത് നമ്മൾ കണ്ടതല്ലേ? ഇതൊന്നും ഒരു ജനാധിപത്യ മതേതര സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമായ കാര്യമേ അല്ല. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞാനിതിനെ കാണാൻ ശ്രമിക്കുന്നത്. ഞാനിതിനെ രണ്ട് ആംഗിളിലാണ് കാണുന്നത്. കാരണം ചില പ്രിവിലേജുകളുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും. എന്താ ആ പ്രിവിലേജ്? ആ പ്രിവിലേജിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ വസതിയിലെത്തി ബിന്ദു കൃഷ്ണ എന്ന VD സതീശൻ്റെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി ആശീർവാദം ഏറ്റുവാങ്ങുന്ന ചിത്രം ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നോക്കൂ, നമ്മൾ എന്തിനാണ് പിണറായി വിജയനെ വിമർശിച്ചത്? പിണറായി വിജയനെ വിമർശിച്ചത് ആശീർവാദം വാങ്ങിയതിൻ്റെ പേരിലല്ല. SNDP യോഗത്തിൻ്റെ ഒരു പരിപാടിയിൽ, ഒരു വലിയ പരിപാടിയിൽ SNDP യോഗത്തിൻ്റെ ഏറെക്കാലത്തെ പ്രസിഡൻ്റായിരുന്ന, അതിനെ നയിച്ചിരുന്ന നേതാവെന്ന നിലയിൽ കോൺഗ്രസ്സുകാരും BJPയും CPMൻ്റെ പ്രതിനിധികളുമുള്ള ചടങ്ങിൽ പോയി ഷാൾ അണിയിച്ചു എന്നുള്ളതായിരുന്നു. ഇന്നിപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? വെള്ളാപ്പള്ളി നടേശൻ്റെ വീട്ടിലേക്ക് പോയി ഒരു മന്ത്രി ആശീർവാദം വാങ്ങിയിരിക്കുകയാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാവില്ലേ എന്നുള്ളതാണ്. പക്ഷേ അത് പൊതുസമൂഹത്തിന് എത്രത്തോളം മനസ്സിലാവുന്നു എന്നുള്ളതാണ് എനിക്കിനിയും പിടികിട്ടാതെ പോകുന്നത്. അതുകൊണ്ടാണ് ചില പ്രിവിലേജുകൾ പലപ്പോഴും അനുവദിക്കപ്പെട്ട് കാണുന്നു എന്ന് ഞാൻ പറയുന്നത്. പലതരം പ്രിവിലേജുകൾ. ഇവിടെ എന്താണ് വെള്ളാപ്പള്ളി നടേശനെ മന്ത്രി പോയി കണ്ടാലുള്ള കുഴപ്പം? ഞാനല്ല, കോൺഗ്രസിനുള്ളിൽ നിന്നുള്ള ചില പ്രതികരണങ്ങൾ നമുക്ക് നോക്കാം. AR അനൂപ് പറയുന്നൊരു കാര്യമുണ്ട്. അത് VD സതീശനെ VR അനൂപ് പറയുന്നൊരു കാര്യമുണ്ട്. അത് VD സതീശനെ തുഷാർ വെള്ളാപ്പള്ളി പോയി കണ്ടതിലാണ്. തുഷാർ വെള്ളാപ്പള്ളി ആരാണ് കേരളത്തിൽ? തുഷാർ വെള്ളാപ്പള്ളി NDAയുടെ കൺവീനറാണ്. NDAയുടെ കൺവീനർ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് പോയി കാണുന്നു. ഒപ്പം SNDP നേതാക്കളെയും കൂടെ കൊണ്ടുപോകുന്നു. ഇത് രണ്ടും ചേർന്ന് പോയില്ല. SNDP യോഗത്തിൻ്റെ പ്രതിനിധിയായിട്ടല്ല തുഷാർ വെള്ളാപ്പള്ളി പോയിരിക്കുന്നത്. കാര്യം SNDP യോഗത്തിൻ്റെ പ്രതിനിധിയായി പോകേണ്ടത് ആണ്. അവർ SNDP നേതാക്കൾ എന്നാണ് പറയുന്നത്, SNDP നേതാക്കൾ. അപ്പോൾ എന്താണ് BDJS എന്ന NDAയുടെ ഘടകകക്ഷിയുടെ നേതാവിനെ NDAയുടെ കൺവീനർ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് പോയി മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നു? സ്വാഭാവികമായി ആർക്കും എന്താ സംശയമില്ലാത്തത്? ഇത് നേരെ തിരിച്ചെപ്പോഴാണ് സംശയം ഉണ്ടാവുക? ഇത് പിണറായി വിജയൻ്റെ വസതിയിലേക്ക് തുഷാർ വെള്ളാപ്പള്ളിയും ഇതേപോലെ BDJSൻ്റെ നേതാക്കളും കൂടി മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ചുമതല ഏറ്റെടുത്തതിന് ശേഷം പോയി ഒരു സന്ദർശനം നടത്തി ഇതേപോലെ ഒരു ചിത്രം പുറത്തേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും പൊതുസമൂഹം കാണുക?